الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون ബഹുമാനികളായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, കാരുണ്യവാനായ പടച്ചറപ്പിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, ശക്തമായി വസിയ്യത്ത് ചെയ്യുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അളവറ്റ റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ ആയുസ്സും നമ്മുടെ ജീവിതവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം വരച്ചു വെച്ചത് പടച്ചറപ്പാണ്. നമ്മൾ നിമിത്തങ്ങൾ മാത്രമാണ്. കണക്കുകൂട്ടലുകൾ ഒരുപാട് നമുക്കൊക്കെ ഉണ്ടാകാം, പക്ഷെ അതിൻ്റെ അവസാനത്തെ ഉത്തരം റബ്ബിൻ്റെ ഉത്തരമാണ്. സ്വപ്നങ്ങൾ ഒരുപാടുണ്ടാകാം, പക്ഷെ അത് പൂവണിയിക്കുന്നത് അള്ളാഹുവാകുന്നു. രാവും പകലും, ഋതുക്കളും മാസങ്ങളും വർഷങ്ങളും, അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ ഘട്ടങ്ങളിലൂടെ, വിവിധങ്ങളായ തലങ്ങളിലൂടെ മക്കളുടെ ഉത്തരവാദിത്തമുള്ള ഒരു കാലത്തിൽ നിന്ന് പിതാവിൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക്, ചിലപ്പോൾ ശയ്യയിൽ കിടക്കുന്ന പിതാമഹൻ്റെ ദയനീയമായ അവസ്ഥയിലേക്ക്, ജീവിതം അങ്ങനെ മനുഷ്യനെ പലപ്പോഴും മാറ്റിമറിക്കുന്നു എന്നുള്ളതാണ്. അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ മനുഷ്യന് നൽകിയിട്ടുണ്ട്. ഇതിലേറ്റവും വലിയ അനുഗ്രഹമായിട്ട് പരിചയപ്പെടുത്തുന്നത് മനുഷ്യന് നൽകിയ ബുദ്ധിയാണ്, വിവേക ശക്തിയാണ്. ലോകത്തിലെ ഉത്തമന്മാരായ സൃഷ്ടികൾ എന്ന് പറയുന്ന, അള്ളാഹുവിനെതിരായിട്ട് ഒന്നും ചെയ്യില്ല എന്ന് ഖുർആൻ പറയുന്ന, ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂന, എന്താണോ അവരോട് കൽപ്പിച്ചത് അത് മാത്രം നിർവഹിക്കുന്ന,
എന്താണോ അവരോട് വിരോധിച്ചത് അതൊന്നും അവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുക പോലും ചെയ്യാത്ത വിശുദ്ധരിൽ വിശുദ്ധരായ മലക്കുകൾ, ആ മലക്കുകളെ കുറിച്ച് ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ മലക്കുകളെക്കാൾ ആദരവ് അള്ളാഹു മനുഷ്യന് നൽകുന്ന ചില ഭാഗങ്ങളുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചപ്പോ ആദമിന് ഒരുപാട് വാക്കുകൾ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു, ഇസ്മുകൾ പഠിപ്പിച്ചു കൊടുത്തു. അതൊന്നും മലക്കുകൾക്ക് അറിയില്ലായിരുന്നു. ചോദിച്ചു ഓരോന്നിന്റെ പേരുകൾ. മലക്കുകൾ പറയുന്നൊരു വർത്താനം, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. അല്ലാഹ്, നീ പഠിപ്പിച്ചു തന്നതല്ലാതെ ഞങ്ങൾക്ക് പറയാനാകില്ല. അപ്പോൾ ആദമിനോട് പറയാ, ആദം നീ പറയുക. ഫലമ്മാ അംബഅഹും ബിഅസ്മാഇഹിം, ഒന്നിനു പുറകെ ഒന്നായിട്ട് ആദമിങ്ങനെ അവയുടെ നാമങ്ങൾ പറയുന്ന ഒരു രംഗം. അപ്പൊ അല്ലാഹ് പറയുന്നുണ്ട്, നിങ്ങൾ അറിയാത്തത് എനിക്കറിയാം, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ എനിക്കറിയാം. എന്തിനീ വിഭാഗത്തെ പടക്കുന്നു എന്ന് ചോദിച്ച കൂട്ടർക്ക് മുമ്പിൽ ഈ വിഭാഗത്തിന്റെ ഒന്നാമത്തെ പ്രതിനിധിയായ ആദം നബിയെ അള്ളാഹു ഉത്കൃഷ്ടനും വിശിഷ്ടനുമാക്കി. വിജ്ഞാനം, അറിവ്, വിവേകശക്തി, ഇത് റബ്ബ് മനുഷ്യന് തരുന്ന അപാരമായ അനുഗ്രഹമാണ്. മൃഗങ്ങൾക്ക് അത് സത്യത്തിലില്ല. പക്ഷെ എന്നിട്ടും മൃഗങ്ങൾ കാണിക്കുന്ന വിനയവും, മൃഗങ്ങൾ കാണിക്കുന്ന അനുസരണവും, മൃഗങ്ങളുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ കാണുന്ന ചില കരുണയുടെ തലവും, അള്ളാഹു കാരുണ്യത്തെ 100 പകുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതിലെ 99 അള്ളാഹു എടുത്തു വച്ചു ഉന്നതങ്ങളിൽ, ഒന്ന് മാത്രം ഭൂമിയിലേക്ക് ഇട്ടു തന്നു. ആ ഒന്നിനെ അള്ളാഹു പറയുന്നതായിട്ട് റസൂലുള്ളാഹി നമുക്ക് പറഞ്ഞു തരുന്നത് ആ ഒന്നിന്റെ ഭാഗമാണ്, ആ 1% ഭാഗമാണ്. ഒരാട് അതിന്റെ കുട്ടിക്ക് പാല് കുടിക്കാൻ വേണ്ടി സൗകര്യം ചെയ്യുന്നത്, ഒരൊട്ടകം അതിന്റെ കുട്ടിക്ക് പാല് കൊടുക്കാൻ സൗകര്യം ചെയ്യുന്നത്, മൃഗത്തിന്റെ ദയയെ, മൃഗത്തിന്റെ കാരുണ്യത്തെ, മൃഗത്തിന്റെ നല്ല ഒരു മനസ്സിന്റെ ചിത്രത്തെ മനോഹരമായിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഗുണഗണങ്ങളുടെ കൂട്ടത്തിൽ, വിശാലമായ റഹ്മത്തിന്റെ കൂട്ടത്തിൽ റബ്ബ് പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ മൃഗങ്ങൾക്കില്ലാത്തൊരു അത്ഭുതമാണ് മനുഷ്യൻ അല്ലാഹു കൊടുത്തത്, അവന്റെ ബുദ്ധി. ലോകം നിയന്ത്രിക്കുന്നത്, ഭരണകൂടങ്ങൾ നിയന്ത്രിക്കുന്നത് അത് മനുഷ്യന്റെ തലച്ചോറാണ്. അത്രമേൽ അനുഗ്രഹം, അത്രമേൽ ഉത്കൃഷ്ടത. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. എത്ര ഉന്നതങ്ങളിലേക്ക് മനുഷ്യനെ അല്ലാഹു കൊണ്ടുപോയി. അവിടെ ആ ഔന്നിത്യത്തിൽ മനുഷ്യരെത്താൻ അറിവ്, അതുപോലെ അവന്റെ സംസ്കാരം, അവന്റെ സ്വഭാവം. അൽ-ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബ. ഈമാൻ 70 ചില്ലാനം ശാഖകൾ. ഒന്നാമത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷെ അതിന്റെ താഴെ പടിയിലുള്ളൊരു സംഗതി പറഞ്ഞു, അത് വഴിയിലെ ഉപദ്രവം നീക്കം ചെയ്യാം. എന്നിട്ട് അവിടെ ഒരു കൂട്ടിച്ചേർക്കുന്ന ഒരു വാക്കുണ്ട്, വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ. ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്. എപ്പോ നമുക്ക് ലജ്ജ ഇല്ല എന്ന് തോന്നുന്ന ഒരവസ്ഥ വരുന്നോ, നമ്മുടെ ഈമാൻ പരീക്ഷിക്കപ്പെടുന്നു. ഒരരുതായ്മ ചെയ്തിട്ട് നമ്മൾ അഭിമാനം പറയാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ഈമാനിന് തകരാറ് പറ്റിയിട്ടുണ്ട്. ഒരു വേണ്ടാവൃത്തി ചെയ്യുമ്പോൾ നമുക്ക് ന്യായീകരിക്കാനുള്ള ത്വര എവിടുന്നോ കടന്നു വരുന്നുവെങ്കിൽ അത് നമ്മുടെ വിശ്വാസത്തിനെ പറ്റിയ അപകടകരമായൊരു തലമാണ്. അവിടെയാണ് റബ്ബ് തന്ന അനുഗ്രഹമായ ബുദ്ധി അത് നശിപ്പിക്കുന്ന വർത്തമാനകാലത്തെ മനുഷ്യന്മാർ. പണം കൊടുത്ത് വാങ്ങി സ്വന്തം ബുദ്ധി നശിപ്പിക്കാം. സ്വസ്ഥതക്ക്, ടെൻഷൻ മാറാൻ, മനസ്സിന്റെ ഉല്ലാസത്തിന്, മാനസികമായ സംതൃപ്തിക്ക്, ഒരു രാത്രി എല്ലാം മറക്കാൻ, എല്ലാ ദുഃഖങ്ങളും കാറ്റിൽ പറത്താൻ മദ്യവും മയക്കുമരുന്നും വലിയ അപകടമായി മാറുക. അതൊരു കലാപത്തേക്കാൾ അപ്പുറമാണ്, അതൊരു യുദ്ധത്തേക്കാൾ അപ്പുറമാണ്.
അതൊരു പ്രളയത്തിന്റെ കെടുതിയേക്കാൾ അപ്പുറമാണ്. അതൊരു ഭൂകമ്പത്തിന്റെ വിനാശത്തേക്കാൾ അപ്പുറമാണ്. അത്രമേൽ അതൊരു ജനതയെ തകർക്കുന്നു, കുടുംബത്തിന്റെ അസ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നു. കരയുന്ന ഉമ്മമാർ, കരയുന്ന പിതാക്കൾ, കൊച്ചുകുട്ടികളെപ്പോലെ അവർ പൊട്ടി കരയുന്നുണ്ട്. മകന്റെ ചെയ്തികളോർത്ത്, സ്വസ്ഥതയില്ലാത്ത രാവുകളോർത്ത്, ഉറങ്ങാൻ സ്വൈരമില്ലാത്ത വീടുകളോർത്ത്. പുറത്ത് പറയൂല. എന്തുകൊണ്ട്? അഭിമാനം നഷ്ടപ്പെടാതിരിക്കാൻ. വമ്പുറ്റ തറവാടാണ് തറവാടിന്റെ മാനം പോകാതിരിക്കാൻ. ഇവിടെ വളർന്നു വരുന്ന ചെറിയ പെൺകുട്ടികളുണ്ട്, അവരുടെ വിവാഹങ്ങൾ മുടങ്ങാതിരിക്കാൻ മൂടി വെക്കുക. പക്ഷെ ഒന്നിച്ചവർ കരയുന്നുണ്ട്. ചില രാത്രികൾ മർദ്ദിക്കുന്നുണ്ട് മക്കൾ പിതാക്കളെ. സഹനശക്തി എല്ലാം എടുത്തിട്ട് ആ പാവം മനുഷ്യൻ വിതിമ്പി കരയുന്നുണ്ട്. ഒരു പിടി ഗുളിക കഴിച്ചിട്ടാ രാത്രി കടന്നത്. പക്ഷെ എങ്ങു നിന്നോ വന്ന മകന്റെ ഉപദ്രവമുണ്ട് ആ വീട്ടിൽ. ഒരു കഥയല്ല പ്രിയപ്പെട്ടവരെ, പച്ചയായ അനുഭവത്തിൽ മലയാളക്കരയിലെ പല വീടുകളിലും ഇന്ന് നടക്കുന്ന ക്രൂരമായ മാതാപിതാ പീഡനമാണ്. എത്ര ഭാര്യമാർ, കരയുന്ന ഭാര്യമാർ. ജീവിതത്തിൽ എത്ര സ്വപ്നങ്ങളായിട്ട് അവർ കടന്നു വന്നത്. മൈലാഞ്ചിയിട്ട വളയുള്ള കൈകളുമായിട്ട് ജീവിതത്തിന്റെ മുറ്റത്തേക്ക് കടന്നു വന്ന പാവം പെൺമക്കൾ. സ്വപ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നില്ലേ അവർക്ക്? ഒരു വരന്റെ കൂടെ ഇറങ്ങിപ്പോരുമ്പോ, അള്ളാഹുവിന്റെ പേരിൽ കരാർ ചെയ്തു എന്ന് ഇറങ്ങിപ്പോരുമ്പോ, ആളുകളുടെ പ്രാർത്ഥന മംഗള വചനങ്ങൾ കേട്ടിട്ട് ആശ്വാസത്തിന്റെ തെളിനീരുമായി പുതുജീവിതത്തിന്റെ നാമ്പുകൾ മെല്ലെ മെല്ലെ പടുത്തുയർത്താൻ തുടങ്ങുമ്പോ അവൾ അറിയുന്ന ചില സത്യങ്ങളുണ്ട്, ആരും അറിയാത്ത ചില സത്യങ്ങൾ. എന്നിട്ടും ആ പാവം മൂടി വെക്കുന്നുണ്ട്. കുടുംബത്തിന്റെ മാനം കാക്കാൻ, ബാപ്പയുടെ നെഞ്ചിരി പൊട്ടാതിരിക്കാൻ. അറ്റാക്ക് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ബാപ്പാക്ക്, അതിന്റെ ഓപ്പറേഷനും മറ്റും നടന്നിട്ടുണ്ട്. എന്റെ കാര്യം കൂടി എന്റെ ബാപ്പ അറിയുമ്പോ എന്റെ ബാപ്പയ്ക്ക് തകർന്നു പോകും. അത് ചിലപ്പോ ആ ബാപ്പയുടെ 6 അടി മണ്ണിലേക്കുള്ള പ്രവാഹത്തെ, പ്രയാണത്തെ എളുപ്പമാക്കും. അങ്ങനെ മൂടി വെക്കാൻ വിധിക്കപ്പെട്ട പാവം പെൺമക്കളുണ്ട്, ഭാര്യമാരുണ്ട്. അവര് മൂടി വെക്കുക. കാരണം ഒരു സ്വസ്ഥതയില്ലാത്ത രാത്രികൾ. തന്റെ ഭർത്താവ് മദ്യപാനത്തിന്റെ, മയക്കുമരുന്നിന്റെ, ദുശ്ശീലങ്ങളുടെ കൂട്ടത്തിലാണെന്ന് ബോധ്യപ്പെടുന്ന ചില നിർണായക രംഗങ്ങൾ. എത്ര മക്കളുണ്ട് ചില വീടുകളിൽ. ആരോടാ അവരിത് പറയാ? അപ്പനെ തല്ലാൻ പറ്റൂലല്ലോ. അപ്പ വരുന്നത് മദ്യപിച്ചിട്ടാ. പിച്ചും പേയും അല്ല, പൂർണ്ണമായ തെറികൾ ബാപ്പ വിളിച്ചു പറയാ. ജന്മം നൽകിയ ബാപ്പ, സ്വപ്നം നൽകിയ ബാപ്പ, പാഠശാലയിൽ കൊണ്ടുപോയ ബാപ്പ, മനുഷ്യന്റെ ബുദ്ധിയെ ഇത്രമേൽ തകർത്ത് തരിപ്പണമാക്കിയ, മനുഷ്യന്റെ നിലവാരത്തെ ഒന്നുമല്ലാതാക്കി മാറ്റിയ അതിമാരകമായ ഈ അപകടം ചെറുതല്ലാത്ത രീതിയിൽ പോകുന്നു. നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ഇസ്ലാം എത്ര മനോഹരമാണ്. ഇത് 6-ാം നൂറ്റാണ്ടെന്ന് വണ്ടി കിട്ടാത്തവന്റെ വർത്തമാനമല്ലല്ലോ. ഇത് 6-ാം നൂറ്റാണ്ടിന്റെ സംസ്കാരവുമല്ല. ഇത് ഖിയാമം വരെ വിജയിക്കുന്ന മനുഷ്യന്റെ സമൂഹത്തിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാനത്തിന്റെ അപ്പുറത്തുനിന്ന് വഹയായിട്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിന്റെ തുമ്പത്ത് കൂടി 23 സംവത്സരങ്ങൾ ഉതിർന്നു കൊടുത്ത വിശുദ്ധ ഖുർആന്റെ ആകത്തുകയിൽ ആ സംസ്കാരം കണ്ട് നമ്മൾക്ക് അത്ഭുതപ്പെടാൻ കഴിയും. അവിടെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരിയും ഹറാമാണ്. ലഹരി ഉണ്ടാക്കുന്ന എന്തൊക്കെ അതൊക്കെ ഹറാമാണ്. ഫിഖിന്റെ ചില ചർച്ചകൾ കാണാം. ലഹരി എത്തുമ്പോഴേ ഹറാമിലേക്ക് വരുള്ളൂ, അതുവരെ അത് ഹറാമാവൂല. ചില ആളുകൾക്ക് ചിലത് കുറച്ച് ഉപയോഗിച്ചാൽ ലഹരി വരൂല, അത് തോന ഉപയോഗിക്കുമ്പോഴേ ലഹരി വരുള്ളൂ. അപ്പൊ തോന ഉപയോഗിക്കുന്ന ഹറാമ് ചെറുതായി ഹലാലിന്റെ കൂട്ടത്തിൽ വരും എന്നൊക്കെ ചർച്ചകൾ പോകുന്നത് കാണാം. പക്ഷെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്കുണ്ട്, കൂടുതൽ നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ലഹരി വരുന്ന എന്തോ ഉണ്ടോ അത് കുറച്ച് ഉപയോഗിക്കുന്നതും നിങ്ങൾക്ക് നിഷിദ്ധമാണ്. കാരണം പിന്നെ അങ്ങോട്ടെത്തും, അതിന്റെ രസം അങ്ങനെ കടന്നു പോകും. പുതിയ കാലത്തെ പറ്റിയാണ് പുണ്യ നബിയുടെ അന്നത്തെ വർത്തമാനം. ലയശ്റബന്ന നാസും മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിലെ ചില ആളുകൾ കുടിക്കുന്നു അൽ ഖംറ, അവര് മദ്യത്തെ കുടിക്കുന്നു. പക്ഷേ യുസമ്മൂന, അവരതിന് പേര് പറയുന്നുണ്ട് ബിഗൈരി ഇസ്മിഹാ,
മദ്യത്തിന്റെ പേരല്ല, വേറെന്തൊക്കെയോ പേരുകൾ, ചില മരുന്നിന്റെ പേരുകൾ, ചില കോഡ് നെയിമുകൾ, ആർക്കും തിരിയാത്ത ചില പേരുകൾ, രാസഗുളികകൾ, പുതിയ പുതിയ സ്റ്റാമ്പുകൾ, പുതിയ പുതിയ തലങ്ങളിലേക്ക് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഒരു ജനതയെ തകർക്കാവുന്ന, തരിപ്പണമാക്കുന്ന എന്തൊക്കെ അവന്റെ സംസ്കാരത്തെ ചുട്ട് ചാമ്പലാക്കാവുന്ന തരത്തിലുള്ള കുറെ സംഗതികൾ. അവിടെയാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്കുകളുടെയൊക്കെ ഒരു അത്ഭുതം തോന്നുന്നത്. ആ വാക്ക് എത്ര കൃത്യം! അൽ ഖംർ ഉമ്മുൽ ഖബായിസ്. മദ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അത് എല്ലാ തിന്മകളുടെയും മാതാവാണ്, സകല തിന്മകളുടെയും ഉത്ഭവമാണ്. എന്തൊക്കെ തിന്മ മദ്യപാനിക്ക് ചെയ്യാൻ കഴിയും അതൊക്കെ അവൻ ചെയ്യും. അവന് സംസ്കാരമല്ല, അള്ള കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധി, അത് കുറച്ച് നേരെങ്കിലാണ് മാറി നിൽക്കും. പിന്നെ വായിന്ന് എന്താ വരിക? പിന്നെ അവന്റെ പ്രവർത്തികൾ എന്താണ്? പിന്നെ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ്? മനുഷ്യൻ അള്ള കൊടുത്തൊരു ഇസ്സത്തുണ്ട്, അഭിമാനമുണ്ട്. അതൊരു മനുഷ്യൻ തകർത്താ പിന്നെ അവന്റെ വില എന്താണ്? സ്വകാര്യമായിട്ട് ആരും അറിയില്ല അല്ലേ? അള്ള അറിയാലോ. മുടിയേക്കാൻ കഴിയില്ലോ. എത്ര മുടി വെച്ചാലും ഒരിക്കത് പുറത്തു വരൂലേ? ചില ശീലങ്ങൾ മനുഷ്യന് മാറ്റാൻ കഴിയില്ല എന്നാണ്. മദ്യപാനിയുടെ ശീലത്തെപ്പറ്റി പറയുന്നത് രോഗം വന്ന് കിടക്കുമ്പോഴും അവന് മദ്യം കുടിക്കാൻ തോന്നുന്ന, ജീവിതത്തിൽ മറ്റേത് തെറ്റും ഒരു പ്രായം കഴിയുമ്പോൾ എടുക്കും. നരമ്പുകൾ തളരും, കണ്ണിന് ശക്തി ഇല്ലാതാകും, കാലുകൾ സ്വയം നിയന്ത്രണത്തിലല്ലാതെ വരും. അങ്ങനെ വരുമ്പോ പലപ്പോഴും മനുഷ്യൻ അതൊന്നും വേണ്ടാന്ന് തോന്നും. പക്ഷേ മദ്യം അങ്ങനല്ല. അവസാനം പോലും അത് ഇറ്റിച്ചു തരാൻ ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് മദ്യപാനി കൊതിക്കുമെന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, 10 വിഭാഗം ആളുകളെ ശപിച്ചു. മദ്യമായിട്ട് ബന്ധപ്പെട്ട ഹദീസുകളിൽ കാണാം. അതിൽ കുടിക്കുന്നവനുണ്ട്. കുടിക്കുന്നവൻ മാത്രമല്ല, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖംർ 10 ആസിറുഹാ മുഅ്തസിറുഹാ ശാരിബുഹാ ഹാമിലുഹാ വൽ മഹ്മൂലതു ഇലൈഹി വസാഖിഹാ വബായിഉഹാ വആകില ثمنها والمشتري لها والمشترات له. 10 ഒരുപാടുണ്ടായില്ല. ചുമക്കുന്നവൻ, ചുമക്കാൻ ഏൽപ്പിക്കുന്നവൻ, അത് വാറ്റുന്നവൻ, അത് വാറ്റാൻ ഏൽപ്പിക്കുന്നവൻ, അത് തെളിച്ചു കൊണ്ടുപോകുന്നവൻ, അതിങ്ങനെ ആളുകൾക്ക് വിതരണം ചെയ്യുന്നവൻ, അതിൻ്റെ വില തിന്നുന്നവൻ, അതിൻ്റെ ലാഭം കൊയ്യുന്നവൻ ഒക്കെ പുണ്യനബിയുടെ ശാപത്തിന് വിധേയമാണ്. നബിയെ പറ്റി പറയുന്ന, നബി ആരും ശപിക്കൂല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിന് മുഴുവൻ കരുണയായി വന്ന മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹ് ശപിച്ചു എന്ന് പറയുമ്പോൾ എത്ര വലിയ ഗൗരവമാണത്. ആ ജനതയെ സംസ്കരിച്ച കഥ നമ്മളെത്ര കേൾക്കുന്നു. 6-ാം നൂറ്റാണ്ടിൽ ഇരുണ്ട യുഗം, 24 മണിക്കൂറും മദ്യം കഴിച്ച മനുഷ്യന്മാർ. മദ്യഷാപ്പുകളിൽ ആദ്യമായി എത്തുന്നത് ഞാനാണെന്ന് അഭിമാനത്തോടെ പാട്ടുപാടുന്ന അറബ് കവികളുള്ള കാലം. നേരത്തെ ഞാനെത്തും. പക്ഷികൾ കൂട്ടുന്ന ചിറക് അടിച്ച് ശബ്ദമുണ്ടാക്കുന്നതിന് മുമ്പേ മദ്യഷാപ്പുകളിൽ എത്തുന്നവൻ ഞാൻ എന്ന് അഭിമാനം പറയുന്ന ഒരു തകർന്നതിഞ്ഞ സംസ്കാരത്തിന്റെ കാലമാണ് ആ കാലം. നോക്കണം, അവിടെ ജനതയെ നന്നാക്കി 3 ഘട്ടങ്ങളാക്കി ഖുർആൻ. അതിനങ്ങോട്ട് പാടങ്ങോട്ട് ഉപേക്ഷിക്കപ്പെട്ടാൻ അവരോട് കൽപ്പിച്ചു. മദ്യപാനിയെ വെറുത്തിട്ടല്ല ഇസ്ലാം അകറ്റിയത്, അവനെ ചേർത്തു പിടിച്ചു. എപ്പോഴേലും ഒരു മദ്യപാനി അവന്റെ മദ്യത്തിനെ പറ്റി അല്ലേ അങ്ങനെ പിടിക്കപ്പെട്ട ആളുകൾ പറയും, ഇനി ഓനൊന്നിനും പറ്റൂല, ഇനി ഓന് മഹല്ലിലില്ല, ഇനി ഓന്റെ വരിസംഖ്യ വേണ്ട, ഓനങ്ങോട്ട് ഒഴിവാ. അങ്ങനെ ഒരു സംസ്കാരം ദീനിൽ പഠിപ്പിച്ചില്ല. അവനെ ചേർത്ത് പിടിക്കുക, അവന് നന്മക്കുള്ള അവസരം കൊടുക്കുക, അവനും ഒരു തൗബക്കുള്ള അവസരം പരിചയപ്പെടുത്തുക. അങ്ങനെ അല്ലേ റസൂലുള്ളാഹിന്റെ കാലത്ത് മസ്ജിദിൽ മദ്യപിച്ച് വന്നിട്ട് ആ ഗന്ധം കേട്ട് വേറെ സഹാബിമാർ അയാളെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ഹദീസുകൾ വരെ കാണാൻ കഴിയും. ക്ഷമിക്കാനാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അയാൾക്ക് ബോധം വരണം, കാര്യങ്ങളുടെ ഗൗരവം അയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റണം.
ചെയ്തു പോയ അപരാധത്തെ പറ്റി അയാൾക്ക് നല്ല നല്ല ബോധം കൊടുക്കണം. അതിനാ 3 ഘട്ടമായിട്ടാണ് നിരോധിച്ചത്. ഒന്നാമത്തെ ഘട്ടം അതിന്റെ തിന്മകൾ പറഞ്ഞു, തിന്മയും നന്മയുണ്ട് എന്ന് പറഞ്ഞു, പക്ഷേ തിന്മ ഒരുപാടാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഘട്ടം നിസ്കരിക്കുമ്പോൾ നിങ്ങളിത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്നത് എന്താ നിങ്ങൾക്കറിയാത്ത അവസ്ഥയിൽ എന്ന് പറഞ്ഞു. മദ്യത്തിന്റെ ഒരു വലിയ അപകടമാണത്. സ്വന്തമായിട്ട് പറയുന്നത് എന്താണെന്നൊരു മനുഷ്യൻ അറിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു തകർച്ച ഉണ്ടോ മനുഷ്യന്? എന്തൊക്കെയോ പറയണം, അവന് ഓർമ്മല്ല, ഏതോ ബുദ്ധിയിലാണ് അവൻ പറയുന്നത്. മൂന്നാമത്തെ ഘട്ടത് പാടങ്ങൾ നിരോധിച്ചു. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംർ വൽ മൈസിർ വൽ അൻസാബ് വൽ അസ്ലാം. ഭാഗ്യ പരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന അമ്പുകൾ, ബലിപീഠങ്ങൾ, ചൂതാട്ടം, മദ്യം, ഇതൊക്കെ വിശ്വാസികളെ ഇത് പിശാചിന്റെ വൃത്തികെട്ട പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. നിങ്ങൾ മനുഷ്യന്മാരാ, പിശാചിന്റെ പണിയല്ല നിങ്ങൾ എടുക്കേണ്ടത്. നിങ്ങൾ ഉത്കൃഷ്ടരായ മനുഷ്യന്മാരാണെന്ന് ബോധ്യപ്പെടുത്തി ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങളിത് ഒഴിഞ്ഞു നിൽക്കണം, നിങ്ങൾക്ക് വിജയം വരിക്കുവാൻ. ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. എത്ര സംഭവങ്ങൾ നമ്മൾ പഠിക്കുന്നു. പിശാചി നിങ്ങളിൽ ഉദ്ദേശിക്കുന്നത് ശത്രുതയുണ്ടാക്കാൻ മദ്യത്തിനും, ശത്രുതയുണ്ടാക്കാൻ ചൂതാട്ടത്തിന്റെ കാര്യത്തിനും ഒന്നിച്ച് മദ്യപിച്ചതാ. അടുത്ത റൗണ്ടിൽ പിന്നെ നമ്മൾ കേൾക്കുന്നത് അയാള് കത്തിയെടുത്ത് കുത്തിയെന്ന. ഒന്നിച്ചാ പോയത്. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. സൗഹൃദങ്ങളുടെ മാരകമായ ചില വലയങ്ങളുണ്ട് പുതിയ കാലത്ത്. പടച്ചോ നമ്മളെ മക്കളെ കാക്കട്ടെ. ആ മക്കളെ ഏത് രീതിയിലാണ് വീട്ടിലേക്ക് വരുന്ന നമുക്കറിയൂല. അത് ചെറിയ മക്കളാകട്ടെ വലിയ മക്കളാകട്ടെ, അപകടകരമായൊരു സ്ഥിതിവിശേഷം നാട്ടിലുണ്ട്. ഇപ്പൊ പിടികൂടുന്ന സംഖ്യകൾ കേട്ട ഞെട്ടിപ്പോകും. എത്രയോ കോടിയുടെ മാരകമായ ലഹരി വസ്തുക്കൾ പിടികൂടുന്നത് കാണുമ്പോ പിടിക്കാതെ എത്ര ഉണ്ടാകും? ഇത് ഉപയോഗിക്കുന്ന ആളുകളുടെ അവസ്ഥക്കനുസരിച്ചല്ലേ ഇതിന്റെ വിതരണം. അപ്പൊ എത്ര കൂടുതൽ ഇതുണ്ടാകും? അതുകൊണ്ടാ പറഞ്ഞത് ഇത് പിശാചിന്റെ പണിയാന്ന് മാത്രമല്ല, പിശാച് നിങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കുന്നു. പിന്നെ അവൻ നിങ്ങളെ അല്ലാഹുവിന്റെ ഓർമ്മയിൽ നിന്ന് തടുക്കുന്നു. വയസുദ്ദകും അൻ ദിക്രില്ലാഹ് വഅനിസ് സ്വലാത്ത്. നിങ്ങളെ നമസ്കാരത്തിൽ നിന്നും അവൻ തടുക്കുന്നു. അതുകൊണ്ട് ഫഹൽ അൻതും മുൻതഹൂൻ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് വിരമിക്കാൻ സമയമായില്ലേ എന്ന ഒരു ചോദ്യം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന് മദീന മുഴങ്ങിയ ഒരു ശബ്ദമാണ് ഇൻതഹൈനാ, ഞങ്ങൾ ഒഴിവാക്കി. ഒരു സഹാബി പറയുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ട് ആ ശബ്ദം കേട്ടത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദമാണ്. ഇൻതഹൈനാ, ഞങ്ങളത് ഒഴിവാക്കി. അല്ലാഹ് പറഞ്ഞതാ, നിങ്ങൾക്ക് ഇതൊന്നും ഒഴിവാകാൻ, ഇതിൽ നിന്ന് വെടിഞ്ഞു നിൽക്കാൻ സമയമായിട്ടില്ലയോ? മദ്യത്തിന്റെ പീപ്പകൾ തച്ച് തകർത്തു, അതങ്ങ് ഒഴുകി. അതിന്റെ ലാഭം പിന്നെ അവർ ഓർത്തില്ല, അതിന്റെ നഷ്ടവും അവരോർത്തില്ല. ഇത് റബ്ബിന്റെ തീരുമാനമാണ്. അതങ്ങടെ ഉള്ളിലേക്കെത്തി. അവര് മാറി, മദ്യത്തോട് വെറുപ്പായി. അത് മ്ലേച്ഛവും നജസുമായിട്ട് ഇസ്ലാം പ്രഖ്യാപിച്ചു. അതിന്റെ പാത്രങ്ങൾ പോലും ഇനി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ചു. അത് വിളമ്പുന്ന സദസ്സുകളിൽ നിങ്ങൾ ഇരിക്കരുത് എന്ന് പഠിപ്പിച്ചു. അല്ലേ? അത്തരം കൂട്ടുകെട്ടുകൾ, ചില യാത്രകൾ, അല്ലേ? ആ യാത്രയിൽ ഒരുത്തം മതി അങ്ങനത്തെ, ആ കൂട്ടത്തിലുള്ളവരെ മുഴുവൻ നശിപ്പിക്കൂലേ? യാത്രക്കാരന് നമ്മൾ നേരേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട് ഇസ്ലാമിൽ. അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക. വല്ലാത്തൊരു വാക്കാണ്. നിന്റെ ദീനിനെ അല്ലാഹ് കാക്കട്ടെ, നിന്റെ വിശ്വസ്തതയെയും അല്ലാഹ് കാക്കട്ടെ. കാരണം യാത്രയിലാണ് മനുഷ്യൻ വഴിതെറ്റിയത്, യാത്രയിലാണ് മനുഷ്യൻ വ്യഭിചരിച്ചത്, യാത്രയിലാണ് മനുഷ്യൻ മദ്യപിച്ചത്. അവിടെ അറിയുന്നവരാരുമില്ല. അപ്പോ ആ കൂട്ടത്തിൽ അങ്ങോട്ട് പൊട്ടുപോയി. ഒരു രസത്തിന് തുടങ്ങും, പക്ഷെ അതൊരു കുടുംബത്തെ, ഒരു നാടിനെ,
ഒരു ദീനിനെ, ഒരു സംസ്കാരത്തെ ഒക്കെ തകർത്ത് തരിപ്പണമാക്കുന്നതായി തീരും. അതുകൊണ്ട് ഇതിൻ്റെ മാരകമായ അപകടം, അഥവാ അബദ്ധങ്ങളിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് പരസ്യപ്പെടുത്തരുത്. അള്ളാഹിനോട് പറയുക, പാശ്ചാത്താപം ഉള്ളിന്ന് വരിക, അള്ളാഹ് പുറത്തു തരും. ഇത് ഉപയോഗിക്കുന്നവൻ്റെ കഥ ആലോചിച്ചു നോക്കേണ്ടതാണ്. ചില മരണങ്ങൾ അല്ലേ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എഴുതി വച്ചിട്ടുണ്ട്, രക്തത്തിൽ മദ്യമുണ്ട്, വയറ്റിൽ മദ്യമുണ്ട്. അവരത് എഴുതി വച്ചിട്ടുണ്ട്. ആ അവസ്ഥ എന്താ? ഒന്നും അറിയാതെ ആയിരക്കണക്കിന് ആളുകൾ അയാൾക്ക് വേണ്ടി ആമീൻ പറഞ്ഞു. ഒന്നും അറിയാതെ ആയിരങ്ങൾ അയാൾക്ക് വേണ്ടി അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ. പക്ഷെ അത് വെറും ശബ്ദങ്ങളും രാഗങ്ങളും മാത്രമായി അയാളെ പ്രവർത്തനം അയാൾ അനുഭവിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. ചില അപകടങ്ങൾ അതിൻ്റെ പിന്നാമ്പുറം തേടുമ്പോ ഞെട്ടിപ്പോകുന്നു പ്രിയപ്പെട്ടവരെ. അന്തം വിടുകയാണ്. മരണം അല്ലേ, അവസാനം ഇന്നത് ഉപയോഗിച്ചിരുന്നു, അല്ലെ ആ അപകടത്തിൽ ഇന്ന സംഗതികൾ, അല്ലെങ്കിൽ കാറിൽ നിന്ന് ഇത്ര മദ്യക്കുപ്പികൾ. ചെറിയവനും വലിയവനൊന്നും, ഉന്നതനും മഹാനും സാധാരണക്കാരനൊന്നും വ്യത്യാസമില്ലാത്ത വിധം ഇത് ഒരു സംസ്കാരത്തെ തകർത്ത് തരിപ്പണമാക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു പോവുക. ഒരു നാളിൽ എല്ലാവരും വിട പറയണ്ടേ? മരിക്കാത്തൊരാളില്ലല്ലോ. ആ മരണം ഒരു നല്ല മരണമായിട്ടില്ലെങ്കിൽ അവസ്ഥ എന്താ? കുല്ലുബിൻ ഉൻസാ വഇൻ ഖാലത്ത് സലാമതുഹു യൗമൻ അലാ ആലത്തിൻ ഹദ്ബാഉ മഹ്മൂലു. ഉമ്മ പ്രസവിച്ച മക്കൾ, ഉമ്മയുടെ മക്കളൊക്കെ അവരെത്ര ജീവിച്ചാലും ഒരു നാളില്ലവർ ആ മയ്യത്ത് കട്ടിൽ അവരെ ആളുകൾ ചുമന്ന് കൊണ്ടുപോകുന്ന ഒരു ദിവസം വരാനുണ്ട്. ഒരു പാഠമാകണം, ഒരു ബോധവുമാകണം. അതുകൊണ്ട് മാരകമായ, സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്ന ലാ തുൽഖൂ ഐദിയക്കും ഇലാ തഹ്ലുക, നിങ്ങൾ നിങ്ങളുടെ കരങ്ങളെ നാശത്തിൽ കൊണ്ടുപോയി ഇടരുത് എന്ന ഖുർആനിന്റെ മനുഷ്യന് വേണ്ടിയുള്ള അധ്യാപനം വിശ്വാസികൾ എന്ന നിലയിൽ ഉൾക്കൊള്ളണം. ബോധമുണ്ടാകണം, ബോധവൽക്കരണം നടത്തണം. ആ ചിന്താഗതികൾക്ക് മുന്നിൽ നിൽക്കാൻ നമുക്ക് സാധ്യമാകണം.